സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് ഐലൻഡ് ഓഫ് സർവൈവലാണ്. എന്തായാലും തമ്മിൽ കണ്ടിട്ടുണ്ടാവും, എക്സ്പ്ലെയിൻ ആക്കേണ്ട ആവശ്യമില്ല, എന്തായാലും പറഞ്ഞേക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി ഗെയിം പ്ലേ അല്ല മെയിൻലി. അപ്പം ഗെയിം പ്ലേ ഇതുവരെ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം ബേസിൽ കയറി കളിക്കാൻ പോകണം. ബേസ് പ്ലേയിങ് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇത് നമ്മുടെ തന്നെ എന്താ പറയുക, എക്സ്ട്രാ പ്ലേയേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല, ആകെ സോംബീസും നമ്മളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് വീട് പൊട്ടും, അങ്ങനത്തെ ഇതൊന്നും ഇല്ല. വീട് പൊട്ടും, മെയിൻ്റനൻസ് തീർന്നാൽ പൊട്ടും. അപ്പോൾ എങ്ങനെയാണ് മെയിൻ്റനൻസ്, മെയിൻ്റനൻസ് എങ്ങനെയാണെന്നൊക്കെ കാട്ടിച്ചു. ഓക്കെ, ഇപ്പോൾ സ്പോണായത് തന്നെ ഇന്നലെ ഇവിടെ വെച്ചിട്ടാണ് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ട്രേഡ് ടോക്കൺ കളക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങാണ്ടോ 3000 മീറ്റർ തീർക്കാൻ വേണ്ടി ഇങ്ങോട്ടോ വന്നായിരുന്നു. ഓക്കെ, ഇന്നത്തെ കുറേ ക്ലൈമേഷനൊക്കെ ഉണ്ട്. ഞാനൊന്നും ക്ലെയിം ആക്കിയില്ലായിരുന്നു, ജസ്റ്റ് ഇതാക്കി വെച്ചാൽ മാത്രമേ. ക്ലെയിം ആകട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ടോക്കന്. അപ്പോൾ ഫുള്ള് എത്തിച്ച് 150 എത്തിക്കണം നമ്മൾ. അതായത് ഏകദേശം ഇതിലുള്ള മുക്കാൽ മിഷനും തീർക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡ് ടോക്കൺ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അതും കൂടി കാട്ടിച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാമെന്ന്. ഓക്കെ, ക്ലെയിം പറ്റില്ല, എൻ്റെ ഇൻവെൻട്രി ഫുള്ള ഗൈസ്. ശരി, എന്നാൽ മൊത്തം സാധനം നിറച്ച് വെച്ചേക്കുക. ഓൾറെഡി ലോക്ക്ഡ് ആയിട്ട് ലെവൽ കൂടുന്നതനുസരിച്ച് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഗണ്ണെടുത്ത് വെടിവെച്ചാൽ ഒറ്റ വെടിക്ക് തീരും. പ്രശ്നം എന്താ വെച്ചാൽ ഗണ്ണ് ഒറ്റ വെടിക്ക് തീരും. ഗണ്ണിന് ലൈഫില്ല, മറ്റേ ഷോർട്ട് ഗണ്ണിന് മേ ബി നല്ല മൂഞ്ചും, അതുകൊണ്ട് അത് എടുക്കണില്ല. അടുത്ത ഓക്കെ, അപ്പോൾ ഇവിടെ ലൂട്ടിയിട്ട് നേരെ നമുക്ക് നമ്മുടെ ബേസിൽ പോകണം, എന്നാലേ ബാക്കി കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ഇൻവെൻട്രി കാലിയാക്കിയാലേ ഇതിനുള്ള മിഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ബ്ലൂ റൂം കാർഡ് തുറക്കണ മിഷനാണ് അടുത്ത്, അതിലുള്ളൊരു ചിലത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ബേസിൽ പോകേണ്ടി വരും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ബേസിൻ്റെ സെക്ഷൻ പോകണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ള മിഷൻസ് ഒന്ന് കാട്ടിത്തരാം. ഫൈൻഡ് അമോ ചെസ്റ്റ് ഒന്നും അത്ര വേഗം കിട്ടത്തില്ല. അത് ചിലപ്പോൾ കിട്ടണമെങ്കിൽ നമ്മളെന്താ പറയുക, ബ്ലൂ റൂം കാർഡ് തുറക്കണം. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. ഗ്രീൻ റൂം കാർഡ് തുറക്കണം, ചിലപ്പോൾ കിട്ടും. ഗ്രീൻ റൂം കാർഡ് തുറന്നാൽ ബ്ലൂ റൂം കാർഡ് തുറന്നാൽ എന്തായാലും കിട്ടും. ബട്ട് ഇതുവരെ എനിക്ക് കാർഡ് കിട്ടിയിട്ടില്ല അതിൻ്റെ. ഓക്കെ, പിന്നെ മേലൊരു മിഷൻ ഉണ്ടായിരുന്നു, കണ്ടെന്ന് വിചാരിക്കുന്നത്, മറ്റേ ക്യാന് പൊട്ടിക്കണ മിഷന്. അതിപ്പോൾ ഇങ്ങനത്തെ കാണുന്ന 4-5 ക്യാനൊക്കെ പൊട്ടിച്ചിട്ടാൽ മതി, എന്തായാലും കിട്ടിക്കോളൂ. അപ്പോൾ ഞാൻ ബേസ് അത്യാവശ്യം ബാക്കി കാണിച്ചു തരാം മിസ്. ഓക്കെ, അപ്പം കുറേ ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം മാപ്പിൻ്റെ അങ്ങേയറ്റത്ത് ഇടുന്ന ഇങ്ങേയറ്റം വരെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പാക്കി, നല്ല ടൈം എടുക്കും. ഓൾറെഡി ഒരു ഹോസും ഇല്ല, മണ്ണാങ്ങട്ടേ ഇല്ല. അവിടെ നിന്ന് ഇവിടം വരെ ഓടിക്കൊണ്ട് വരണം. നീന്തിക്കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് മീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, മിക്കവാറും ആയിട്ടുണ്ടാവില്ല. എന്തായാലും ഇവിടെ നിന്ന് 2-3 ചുറ്റൊക്കെ ഇടുമ്പോൾ ആവും. അപ്പോൾ നമുക്ക് നേരെ ബേസിൽ പോകാം. ബേസിൽ പോയിട്ട് നമ്മുടെ ഇൻവെൻട്രി ആദ്യം എന്താ പറയുക, മൊത്തം ക്ലീനാക്കി വെക്കണം, എന്നാലേ നമുക്ക് അവിടെ പോയിട്ട് കാര്യമുള്ളൂ. ജസ്റ്റ് എന്തൊക്കെ കുറച്ചുകൂടെ എൻ്റെ പൊന്നളിയ സ്ക്രീൻ റെക്കോർഡാക്കി കളിക്കുമ്പോൾ നല്ല ലാഗ. ഓക്കെ, ഇതും സെൻസിറ്റിവിറ്റിയും കൂട്ടിയിട്ട് രണ്ടിച്ചിട്ട് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലല്ലേ, എന്താവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്, അതും കൂടി എടുത്തോണ്ടോ. ഓക്കെ, എത്ര എണ്ണം കിട്ടി നോക്കട്ടെ. അവിടെ അല്ലല്ല. ഓക്കെ, 3 ക്യാരറ്റ് കിട്ടി. സീഡൊന്നും കിട്ടിയില്ലല്ലേ, സീഡ് കിട്ടൂലെന്ന് തോന്നുന്നു. സീഡ് കിട്ടിയായിരുന്നെങ്കിൽ വീണ്ടും മിഷൻ ഫിനിഷ് ആക്കായിരുന്നു. സൈഡ് ഉണ്ടായിരുന്നു, പ്രശ്നമില്ല. ഓക്കെ, നമ്മളങ്ങനെ ബേസ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഇവിടെ ഓക്കെ അയണൊക്കെ ക്രാഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കത് എടുത്തേക്കാം. ഇതും കൂടി എടുക്കാം. ഓക്കെ, ബാഗ് സ്പേസ് ഇല്ല. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ നമുക്ക് ക്യാബിനറ്റിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്നിടാം. അപ്പോൾ ക്യാബിനറ്റ് മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് മേലെ നോക്കി കാണാൻ പറ്റും. അവിടെ ടൈമർ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ 216 ഹവർ ടോട്ടൽ എത്ര മണിക്കൂർ ക്യാബിനറ്റ് മെയിൻ്റനൻസ് വെക്കും. ഇവിടെ ഇത്ര വർക്കാവില്ല, കാര്യം എന്താ വെച്ചാൽ ഇത് എന്താ പറയുക, നമ്മുടെ ബേസാണ്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ചില ബഗ്ഗൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വർക്കാകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആവണ കൊണ്ടായിരിക്കും. അത് വർക്കിംഗ് എങ്ങനെയാണെന്ന് താഴെ നോക്കിയാൽ മതി. താഴെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, എത്ര അയേൺ വേണം, എത്ര ഇതൊക്കെ വേണം, താഴെ നോക്കിയാൽ മതി. അവിടെ എന്താ റിമൈനിങ് മെയിൻ്റനൻസിനുള്ള ഐറ്റംസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ആ ക്യാബിനറ്റ് വർക്കാണ്. അതിന് വേണ്ടി മാത്രം ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്താ പറയുക, റാങ്ക്ഡ് മാപ്പ് എടുത്ത് കാണിച്ചു തരാം. അതായിരിക്കും ബെറ്റർ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഇവിടെ എടുത്ത് വെക്കാം. മേ ബി അതായിരിക്കും ബെറ്റർ. അവിടെ കൊണ്ടുപോയി എന്താ പറയുക, ഡിസ്മാൻഡിലൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം.
ഓക്കെ, ഏകദേശം നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും കൂടി വെച്ചേക്കാം, അത് തിന്നാൻ പറ്റൂല. നമുക്കാകെ പറ്റണം അതെടുത്ത് ഹോസിന് കൊടുക്കാനാണ്. എനിക്ക് അന്നേരം ഇപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, ഹോസൊന്നുമില്ല, വെറുതെ ഇൻവെർട്ടർ ഫുള്ളാക്കി വെക്കാൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ മറ്റേ ക്യാൻഡിൽ ഇപ്പോൾ ക്ലെയിം ആക്കിയുള്ളൂ. അവിടെ നിന്ന് ഓടി വന്നേ, ഒന്നും ക്ലെയിം ആക്കിയില്ലായിരുന്നു. ഓക്കെ, ഇനിയും കുറേ മിഷൻസൊക്കെ ഉണ്ട്. ഓറിൻ്റെ മിഷനുണ്ട്, അതേപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റം നമുക്ക് തീർക്കാം. ക്രാഫ്റ്റ് ഐറ്റം എങ്ങനെയാണ് തീർക്കണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അതെന്താ ഓക്കെ ശരി, എന്നാൽ ഇവനെ കിട്ടിയിട്ടുണ്ട്, ആയിരിക്കട്ടെ. നമുക്ക് ക്രാഫ്റ്റ് ഐറ്റം ഇവിടെ നിന്ന് തന്നെ തീർക്കാം. കിട്ടണ നെറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ തന്നെ എന്താ പറയുക സീഡാക്കി വെക്കാം. എങ്ങനെയെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഗേദർ അടിക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എന്തായാലും അത് സെറ്റായി കാണും കോട്ടനൊക്കെ. അപ്പോൾ ഉള്ളത് മൊത്തം അങ്ങ് ഗേദർ അടിച്ചിട്ട് 10 ക്രാഫ്റ്റ് ആക്കാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇതൊക്കെ നട്ടു കൊടുക്കുക ഇവിടെ തന്നെ. നാളത്തെ മിഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഇത് വളർന്നിട്ടു. ഓക്കെ, ഏകദേശം 60 കോട്ടനായിട്ടുണ്ട്. നമുക്ക് 12 ഓക്കെ 12 ക്രാഫ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. ഏകദേശം 10 മതിയായിരുന്നു, ഇരിക്കട്ടെ 2 എക്സ്ട്രാ. ഓക്കെ, അത് ക്രാഫ്റ്റ് ആയ ശേഷം നമുക്ക് എന്താ പറയുക അവിടെ പോയി ക്ലെയിം ആക്കാൻ പറ്റുന്നുണ്ട്. ഇത് ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഗണ്ണല്ല സോറി വുഡും മറ്റേ വുഡിൻ്റെ ബാറ്റ് ഇതൊക്കെ ക്രാഫ്റ്റ് ആക്കുമ്പോൾ തന്നെ 10 ആവും. അത് ഏകദേശം കുറേ നേരം കളിക്കേണ്ടി വരും വുഡൊക്കെ. അങ്ങനെയല്ല, നിങ്ങൾക്ക് വെറുതെ ക്രാഫ്റ്റാക്കി വിടാം. അഥവാ ബാറ്റ് തീർന്നിട്ട് ഒന്നും കൂടി ക്രാഫ്റ്റ് ആക്കാൻ നല്ല ടൈം എടുക്കും. അതിനൊക്കെ ഈസി ഇതൊക്കെ മെത്തേഡാണ്. പിന്നെ 300 മീറ്റർ 209 ഏകദേശം ഒരു 100 മീറ്റർ 209 100 മീറ്റർ എന്നല്ല, ഒരു 1000 മീറ്ററിൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. ഓക്കെ, കുക്കിംഗ് മെഷീനും കൂടി ബാക്കിയുണ്ട്. അതിപ്പം പൊന്നളിയ ലാഗ് അടിക്കുന്നുണ്ടല്ലോ. ഷിറ്റ്, ഒന്നുകൂടി ബാക്ക് അടിച്ച് വരേണ്ടി വരും. ഞാൻ ഒന്ന് ഫുൾ ക്ലിയർ ഏകദേശം വെയിറ്റ് ചെയ്യാം. നമുക്ക് റെഫ്രിജറേറ്ററിൽ നിന്ന് സാധനം എടുത്ത ശേഷം ഒന്ന് ക്ലിയർ ആക്കി ഓപ്പൺ ആക്കി വരാം, അതായിരിക്കും മേ ബി പെട്ടു. ഓക്കെ ഗൈസ്, ഞാൻ ഒന്ന് ബാക്ക് അടിച്ച് ക്ലിയർ ആക്കി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള മഷ്റൂം എടുത്ത് എന്താ പറയുക കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ കിട്ടിയ ഫുഡ് എടുത്ത് കഴിച്ചാൽ എന്തായാലും മിക്കവാറും ചാവും. ഒരു പോയിസണാണ്. ഇങ്ങനെയല്ല കുക്കിംഗ് മെത്തേഡൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ സൈഡ്. ഇപ്പോൾ മഷ്റൂം എടുത്തത് കറക്റ്റ് മെത്തേഡാണ്. ഇപ്പോൾ നമ്മൾ റാബിറ്റിൻ്റെ ഡിഷ് കൊടുത്തത് കറക്റ്റല്ല. അങ്ങനെയൊക്കെ കൊടുത്താൽ എന്തായാലും മുമ്പും ഫുഡ് എടുത്ത് കഴിച്ചാൽ ഉള്ള ലൈഫ് പോവും, ആൾ പഠിക്കാം. കുക്കൊക്കെ പ്രശ്നമില്ല. ഓക്കെ, സ്റ്റോണിൻ്റെ അയോണിൻ്റെ മിഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ കുക്കേഴ്സിന് ശ്രദ്ധിക്കുക. അവിടെ മേലെ എന്താ പറയുക ക്വസ്റ്റ്യൻ ബാറിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചത് അതെങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ നേരെ എന്താ പറയുക നമ്മുടെ സാഹചര്യത്തിൽ താഴേക്ക് പോകാം. അവിടെ എന്താ പറയുക ബ്ലൂ കാർഡ് റൂമുണ്ട്. ഓക്കെ, അപ്പോൾ ഇച്ചിരി പോർഷൻ സ്കിപ്പാക്കിയതാണ്. ലാഗ് കാരണം 2-3 പ്രാവശ്യം ബാക്ക് അടിച്ച് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ശരി, എന്നാൽ ബാക്ക് ഒരുത്തനുണ്ട്. അപ്പോൾ ഇവന്മാരെ കൊല്ലാണ്ട് കയറിയാൽ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ജനറേറ്ററിനകത്ത് ഈ എന്താ സാധനത്തിൻ്റെ പേര് ഓർമ്മ കുറേ കളിക്കാത്ത ആ സാധനം ഇട്ട് വെക്കണം, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. ശരി, നമ്മുടെ ഗണ്ണും പോയായിരുന്നു. ഒറ്റ വെടിക്ക് എന്താ പറയുക ഫ്രണ്ടിൽ കുറേ സോംബി വന്നപ്പോൾ ഞാൻ കുറച്ച് തന്നെ എന്താ പറയുക സാധനത്തിൻ്റെ പേരാണ് ഷോർട്ട് ഗണ്ണ് എടുത്ത് വെടി വെച്ചപ്പോൾ ഒറ്റ വെടിക്ക് എന്താ പറയുക ഷോർട്ട് ഗണ്ണും തീർന്നു, ആളും തീർന്നു, പറയാൻ പറ്റില്ല. ഇപ്പം എടുത്ത് ഗണ്ണ് കിട്ടുമെന്ന് ചിലപ്പോൾ ലക്കുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പം തന്നെ കിട്ടും വല്ല ഗണ്ണും. ഷോർട്ട് ഗണ്ണ് കിട്ടണമെങ്കിൽ മിക്കവാറും ബെറ്റർ. മേ ബി ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും കയറി ലൂട്ടാം ഗൈസ്. ഓക്കെ, നമുക്കിവിടെ സ്പെയറൊക്കെ കിട്ടി. പിന്നെ ശരി, എന്നാൽ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. പോയ സെയിം ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ലക്ക് എന്ന് പറഞ്ഞാൽ. ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ വല്ലതും കിട്ടും. ഇവിടുത്തെ ഈ മാപ്പിലെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മറ്റേ ഈ ഗണ്ണ് ക്രാഫ്റ്റ് ആക്കാൻ വേണ്ടി മറ്റേ ഒരു ബാരലോ വരാത്തൊരു സംഭവം വേണം. അതിവിടെ നിന്ന് കിട്ടാറില്ല. മേ ബി എന്താ പറയുക ഈ സെർവറിൻ്റെ ഇഷ്യൂ ആയിരിക്കും. എന്താ പറയുക ബേസ് സെർവറിൻ്റെ ഇഷ്യൂ ആയിരിക്കും. ഇത് അറിഞ്ഞുകൂടാ. ഓക്കെ, നമ്മളിപ്പോൾ ഐറ്റംസൊക്കെ കളക്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും കൂടി കളക്ട് ആക്കിയിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടാവും ഡിസ്മാൻഡിലേക്ക്. അത് ഡിസ്മാൻഡിലാക്കിയിട്ട് പോവാം. കാര്യമൊന്നുമില്ല ഗൈസ്. മറ്റേ ആ കമ്പിയൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് നമ്മുടെ കയ്യിൽ. അതും കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല, വെറുതെ അവിടെ വെക്കുവാണ്.
ഓക്കെ, പിന്നെ ഇത് ഡിസ്മാൻഡിൽ ചെയ്താൽ ഇച്ചിരിയെങ്കിലും ഗുണമുണ്ട്. 2 സ്റ്റീൽ കിട്ടും, ഏകദേശം 2 ഓക്കെ 2 സ്റ്റീൽ കിട്ടും. സ്റ്റീൽ നമുക്ക് എന്താ പറയുക, ഇതിൽ അയൺ ഓർ കളക്ട് ചെയ്താൽ എന്താ പറയുക സ്റ്റീൽ കിട്ടൂല. ഇതിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. അയൺ ഓർ വെച്ച് അയൺ മാത്രമേ കിട്ടത്തുള്ളൂ. മേ ബി ബേസ് ഈ സാധനത്തിൻ്റെ വ്യത്യാസമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കളിക്കണം തന്നെ ട്രേഡ് ടോക്കൺ കളക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവം തുടങ്ങി. ഇതാകുമ്പോൾ എന്താ പറയുക മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ബേസ് പൊട്ടാറൊന്നുമില്ല. എന്താ പറയുക നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ എന്താ പറയുക ക്യാബിനറ്റ് ഓഫ്ലൈനാണ്, പ്ലേസ് ഒന്നും ഇല്ലാത്ത സെർവറല്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ 2-3 പ്രാവശ്യമല്ല 4-5 പ്രാവശ്യമായി ടെസ്റ്റ് ചെയ്ത് നോക്കി. എന്താ പറയുക ഞാൻ റീജോയിൻ ആകുമ്പോഴും സെയിം തന്നെയാണ് ബേസിൻ്റെ മെയിൻ്റനൻസ് കാട്ടിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഓൺലൈനിൽ നിൽക്കുന്ന ടൈമിൽ മാത്രമാണ് അതിൻ്റെ ഇത് മാറണം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയുക ഫുഡിൻ്റെ ചെസ്റ്റൊക്കെ അങ്ങ് പൊട്ടിച്ചെടുക്കാൻ. കാര്യം എന്താ വെച്ചാൽ നമുക്ക് അഥവാ ക്യാരറ്റിൻ്റെ സീഡ് വേണം. എന്താ പറയുക സൈഡിൽ എനിക്ക് മിഷൻ കിടപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം എനിക്ക്, എന്നാലേ നമുക്ക് എന്താ പറയുക അടുത്ത മിഷൻ കിട്ടത്തുള്ളൂ. മിഷൻ കംപ്ലീറ്റ് ചെയ്യണനുസരിച്ച് നമുക്ക് എന്താ പറയുക മിഷൻ്റെ ലാസ്റ്റത്തെ മിഷനിൽ നമുക്ക് ട്രേഡ് ടോക്കൺ കിട്ടുന്നുണ്ട്. അത് ഇതുപോലെ കുറവല്ല, ഇതിൽ ഡെയിലി കിട്ടുന്ന മിഷൻ എന്താ പറയുക ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഗ്രീൻ റൂമൊക്കെ കയറിയതിൻ്റെ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈസി ചെയ്യാൻ പറ്റണത് കുക്കിംഗ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും. പിന്നെ മീറ്റർ, ഇത് 2 ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് 2 ചെയ്താൽ തന്നെ നമുക്ക് 150 ആവും, മിക്കവാറും ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്തായാലും ഇച്ചിരി ഓടിയിട്ടല്ല ബേസ് വരെ പോകും. എന്തായാലും ഇവിടുന്ന് മല കയറാൻ പറ്റൂല. അപ്പോൾ ഏകദേശം ബേസ് വരെ പോയിട്ട് ആ കുക്കാക്കിയ എന്താ പറയുക മഷ്റൂം എടുത്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഫിനിഷ് ആവും. ഓക്കെ, അപ്പം കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നമ്മൾ മഷ്റൂം ഇച്ചിരി കളക്റ്റാക്കി. എന്തോന്ന് വെച്ചാൽ മഷ്റൂം അത്ര തീവ്രാന്ന് തോന്നുന്നു. ഏകദേശം 9 ആവത്തുള്ളൂ, 9-8 ആവത്തുള്ളൂ. 10 എന്താ പറയുക കുക്കാക്കാനാവും. 6 പിന്നെ 7 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇച്ചിരി ക്രാഫ്റ്റ് എന്താ പറയുക കുക്കാക്കാനായിട്ട് കുക്കായാൽ നമുക്ക് എന്താ പറയുക പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഗൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ക്വസ്റ്റ്യൻ മാർക്കിരിക്കാം എങ്ങനെ യഥാർത്ഥത്തിൽ ഫുഡ് എന്താ പറയുക ഉണ്ടാക്കാമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മഷ്റൂം ഉണ്ടാക്കുന്ന വേ സെയിം തന്നെയാണ്. എന്താ അറിഞ്ഞൂടെ മഷ്റൂം ഇവിടെ ബഗ്ഗാന്ന് തോന്നുന്നു. കുക്കാക്കിയൊന്നും ഫുഡ് ശരിയായി കിട്ടൂല എന്ന് തോന്നുന്നു. മിക്കവാറും അതായിരിക്കും. ഞാൻ മഷ്റൂം കറക്റ്റ്ലിയാണ് ക്രാഫ്റ്റ് ആക്കിയത്, അല്ല കുക്കാക്കിയത്. എന്നിട്ട് എനിക്ക് എന്താ പറയുക സാധനം സെറ്റായിട്ടില്ല. കുക്കാക്കി മതിയായില്ലേ, ഇനിയും വേണം. ഓക്കെ, സൈഡ് ബാക്കിയുണ്ടല്ലേ, അതും കൂടി കുക്കാക്കിയേക്കാം. എൻ്റെ ഓർമ്മ വെച്ചാൽ മഷ്റൂം ഇങ്ങനെ തന്നെയാണ് കുക്കാക്കേണ്ടത്. എൻ്റെ വർക്കൗട്ട് മിക്കവാറും എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഓക്കെ ഗൈസ്, നമ്മൾ എല്ലാം തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക ഓരോന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇനി അവസാനത്തെ ഇതിലാണെന്ന് വെച്ചാൽ നമുക്ക് സാധനം കിട്ടണം. ഓക്കെ, നമ്മുടെ ഇൻവെൻട്രി എടുക്കുക. ഒരു ബോക്സ് ആയിട്ടാണ് കിട്ടുക. ഇന്ന് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എൻ്റെ 40 സംതിങ് ആയിട്ടുണ്ടാവും. വെറും ഞാൻ 3 ദിവസം എങ്ങാണ്ട് കളിച്ചിട്ടുള്ളൂ, 40 സംതിങ് ആയി. 3 ദിവസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഓർഡർ തീർത്തായിരുന്നു. ഓക്കെ, 55 ആയല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ ഡെയിലി എടുക്കാം. പിന്നെ മേലൊരു ഗോൾഡൻ ടോക്കൺ കാണുന്നുണ്ടാവും, അതിനെ കൊണ്ട് യൂസേജ് ഉണ്ട്. ഡെയിലി അതും നമുക്ക് കിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. പിന്നെ ഇത് ഡെയിലി ലോഗിനും കൂടി കിട്ടും ഈ സാധനം, മറ്റേ താഴെ കാണുന്ന ഗണ്ണ് പോലത്തെ ഗോൾഡൻ ടോക്കന്. ഓക്കെ, ഇതാണ് ഗോൾഡൻ ടോക്കൺ വെച്ചുള്ള യൂസേജ്. നമുക്ക് സ്കിന്ന് വാങ്ങിക്കാം മറ്റേ വാളിൻ്റെ മറ്റേ ഇതിൻ്റെയൊക്കെ. അതെനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ബേസ് മാത്രമാണോ വർക്കാവാതെ നമുക്ക് പെർമനൻ്റായി കിട്ടിയ എന്താ പറയുക നമ്മുടെ ബാക്കിയുള്ള മാപ്പിലൊക്കെ യൂസ് ആക്കാൻ പറ്റും ഈ സ്കിന്ന്. സോ അപ്പം ഇത്രയേ ഉള്ളൂ, വേറൊന്നും ഇല്ല മെയിൻലി കാണിക്കാൻ വേണ്ടി. ഞാൻ ഇതിനു വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്ത് ആ ഗെയിം പ്ലേ വീഡിയോ പിന്നിടാമെന്ന് വിചാരിച്ച്. ഓക്കെ, കുറേ ക്ലൈമേഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഫാസ്റ്റ് അപ്ഗ്രേഡ്. ഇവിടെ വല്ല ക്ലൈമേഷൻ ആ കാര്യമൊന്നുമില്ല. ബ്ലൂ പ്രിൻ്റ് വെച്ച് നിങ്ങൾക്ക് എന്താ പറയുക ബേസിൻ്റെ ബ്ലൂ പ്രിൻ്റ് വരെ ഇതാക്കാം. അങ്ങനെ കുറച്ച് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ആയിട്ടില്ല. പിന്നെ ഇവൻറ്റ് വീഡിയോസ് വേണമെങ്കിൽ പറയുക. എന്താ പറയുക ജൂലൈയിൽ കുറച്ച് ഇവൻറ്റ്സൊക്കെ ഉണ്ട്, അത് നല്ല രീതിക്ക് കളക്ട് ആകാൻ പറ്റണം. എന്താ പറയുക സ്കിന്നൊക്കെ കളക്ട് ആക്കാൻ പറ്റുന്ന ചില ഇവൻറ്റ്സൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഇപ്പം തന്നെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അത് ചെയ്യാം. ഓക്കെ, ഇവിടെ ആണ് എന്താ പറയുക ഈ സാധനത്തിന് ട്രേഡ് ടോക്കൺ റെഡിയാക്കണം. നിങ്ങളെന്നെ കണ്ടുപിടിച്ച് എനിക്ക് ഓർമ്മ വരണില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഫുൾ ഡീറ്റെയിൽഡ് ക്യാബിനറ്റ് വീഡിയോ പിന്നെ ഇവൻറ്റ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇറ്റ്സ് മീ മിസ്റ്റർ യൂണിക് വൈറ്റി സൈനിങ് ഓഫ്. ബൈ.